വേഗം തുറക്കടാ. നല്ലതിനോ ചീത്തയ്ക്കോ എനിക്കും വല്യേച്ചിക്കും വിവാഹത്തിന് യോഗം ഉണ്ടായില്ല. ചേച്ചിക്ക് ഇനി അതൊട്ട് പ്രതീക്ഷിക്കാൻ വേണ്ട. നീ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ വിവാഹ ദല്ലാളന്മാരുടെ കൂട്ടത്തല്ലായിരുന്നു വീട്ടുമുറ്റത്ത്. പണത്തിന്റെയും പണ്ടത്തിന്റെയും കണക്കുകൾ ഓരോരുത്തരും ഒന്ന് പറയുന്നത് കേട്ടപ്പോ എന്റെ തല കറങ്ങിപ്പോയി. എന്നിട്ട് നീ കാണിച്ച കടുങ്കൈ ഓർക്കുമ്പോ ജയരാജ പറയുമ്പോ പേഷ്കാരും ദിവാൻജിയുള്ള കുടുംബക്കാരാണെന്നൊക്കെ പറയാം. അതുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം നന്നായിക്കൊള്ളണമെന്നില്ല. അഹങ്കാരം മുറ്റിയ ജാതികളാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ലടാ. നിനക്ക് എന്തായാലും തീർന്നല്ലോ. ഇനി ജസ്റ്റിസ് അമ്മായിയുടെ പത്രാസന്റെ പട്ടിക്ക് വേണം അല്ലേ വല്യേച്ചി? ജയരാജേ, ജയരാജ നീ നോക്കിക്കോ. ഈ ഒരു 6 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ ഒരു 6 ദിവസത്തിനുള്ളിൽ 6 ജസ്റ്റിസുമാരെ വിലക്ക് മേടിക്കാൻ കഴിവുള്ള ഒരു തറവാട്ടിൽ നിന്നും നല്ല പൈങ്കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിക്കും. ഞാൻ നിന്നെ വല്യേട്ടാന്ന് വിളിക്കും. രണ്ടുപേർക്കും നിർത്തിയിട്ട് പോണോ? ഹലോ 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 79560 ആണോ? ഇത് 79,560. സോറി. ഹലോ, 79,560 അല്ലേ? ഇത് 79560 ആണ് ചങ്ങാതി. ഹലോ, ഇത് ചെറുകുന്നത്ത് ഭാസ്കർ പിള്ളയാണ്. ഓഹോ, താൻ മരിച്ചില്ലേ? പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ. ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനല്ല. അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ. ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട്. അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചോ പറയടോ. പാക്ക് അര പിള്ള. കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്? നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ്. കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാൻ പൊതുവാളെ? പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത്. കുട്ടിയെ ആരും വിളിച്ചോണ്ടൊന്നല്ല. കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ. ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ. പിന്നെ കോടതിക്കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. വക്കീൽ ഗുമസ്തപ്പണിയായിട്ട് കോടതി വരാന്തയിൽ കുറെ നിരങ്ങിയവനാ ഞാൻ. ഞാൻ കണ്ട അത്ര കോടതിയൊന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടിട്ടില്ലടോ പാക്കരപ്പിള്ള. തറവാടിന് പറയുന്നു. തന്റെ തറവാടിന്റെ ഗുണമൊന്നും എന്നോട് പറയണ്ട. എന്താടോ ഇത്ര ചിരിക്കാൻ? ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ്. തെണ്ടി ചീമ പന്നി തറവാടിനെ തൊട്ട് കളിക്കുന്നു. അടിച്ചു നിന്റെ കരണക്കുറ്റി പൊളിച്ചോളയും. ആരാ സംസാരിക്കുന്നത്? എന്തോടോ തന്റെ ശബ്ദം മാറിപ്പോയോ? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പിള്ളേ. ഞാൻ ഉഷയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഫോൺ എടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇത് ആരുടെ വീടാണെന്ന് കരുതി? ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. യു അൺകൾച്ചർഡ് ഫൂൾ. ഇംഗ്ലീഷിൽ തെറി പറയുന്നു. ദേ, ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് പറയുന്നില്ല. ഫോൺ ഗീതു കേൾക്കാനാ പറയുന്നത്. ആ വീട്ടിൽ പോയാൽ ആരുമായിട്ടും അധികം ഇടപെടാൻ നിൽക്കരുത്. എല്ലാം കൾച്ചറില്ലാത്ത ആൾക്കാരാ. അവിടുന്ന് ഓരോ വൃത്തികെട്ട സ്വഭാവം പഠിച്ചിങ്ങി വന്നാൽ മനസ്സിലായ കുട്ടിക്ക്? ഗീതുമോളുവാ. ഇനി എത്ര ദിവസം ബ്രാഞ്ച് ഓഫീസിൽ? ഈ രീതിയിലാണോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ? കുറച്ച് കാലമായി നിങ്ങളെ നോട്ടൗട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നല്ലല്ലോ. ഓടാപ്പനെ എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്ക്. ഗോ ആൻഡ് സ്റ്റഡി. എന്റെ കർത്താവേ, ഈ വക മൃഗങ്ങളുടെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നത്? അയ്യോ, കോൺഫറൻസിന് പോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല മോളെ. അപ്പൊ ഗീത മോള് ഒറ്റയ്ക്കാവില്ലേ? വല്യച്ഛനും അപ്പച്ചൊക്കെ ഇല്ലേ മോളെ നോക്കാൻ? വേണ്ട, ഡാഡി ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ. ഡാഡി നാളെ ഇങ്ങ് വരില്ലേ മോളെ? വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? ടെഡി ബെയർ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ലിറ്റിൽ പോണി, പ്ലൂട്ടോ, പപ്പി, പിന്നെ കിസ് മീ.
പോലീസേ, എന്താ മോളെ? ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരൂ. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ? ആ ആരാ മോളെ ഗീതു? ഞാൻ തന്നെയാ. എങ്ങോട്ടാ നീ ഓടുന്ന? ഇത്ര ചെറുപ്പത്തിലെ പി ടി ഉഷ ആവാനാണോ ഭാവം? കമോൺ ഗോ. അനുസരണ അച്ചടക്കോ ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല, മനസ്സിലായോ? കുറച്ചു നേരം അവിടെ പോയി കളിച്ചോട്ടെ. പുറത്തു പോയുള്ള കളി തൽക്കാലം വേണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പുറത്തു പോയി കളിച്ചിട്ടില്ല. അതിന്റെ ഗുണമാണ് എനിക്ക്. ഡിസിപ്ലിൻ. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Understand? Good. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? പറ്റിയാല് പിന്നെ പാടുവോ? എന്താ ഉം, എന്താ കാണിച്ചോണ്ടിരിക്കാ നീ? മുഴുവൻ കഴിക്കേ. എനിക്ക് മതി. എന്താ ഇത്ര മതിയാക്ക? കുറച്ചുകൂടെ കഴിച്ചേ. എന്താ പറ്റുന്നെന്ന് അറിയാവല്ലോ. എനിക്ക് ഇഷ്ടല്ല. ദേ, എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. നിന്റെ അമ്മൂമ്മയുടെ അവിടുത്തെ പോലെ ഇംഗ്ലീഷ് മോഡലുള്ള ശാപ്പാടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ കഴിക്കേ. എന്താ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കൾച്ചറില്ലാന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം ആ സ്ത്രീ വളർന്നോ? പല്ലിയേച്ചി കേട്ടില്ലേ? ആ മൂദേവി ഇതും പറയുന്നതിന് അപ്പുറം പറയൂടാ ബാസി. എല്ലാത്തിനും അവനെ ഒരുത്തനെ പറഞ്ഞാ മതിയല്ലോ. അവനെ എന്തിനു പറയണം? ചെറുകുന്നം തറവാട്ടിലെ ആകെക്കൂടുള്ളൊരു തരിയാ. അവളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന കണ്ടില്ലേ? നിയമം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വലിയേച്ചി. എവിടെയൊക്കെ കുടുംബത്തിൽ നായി നക്കിയേ കുടിക്കത്തുള്ളൂ. എടീ, നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കെട്ടാമല്ലിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അറിയാവോ? എങ്ങോട്ടാടി നിന്റെ പോക്ക്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഒരു പെൺകുട്ടിയല്ലേ? ഞങ്ങൾക്ക് കൾച്ചറില്ലാത്ത എന്താ ഇത്? ഗീതു, come here. എന്തായിരിക്കും കുട്ടികളെ? സൈലൻസ്. താൻ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണല്ലേ? ഇതിന് കംപ്ലൈന്റ് ചെയ്യാൻ എനിക്കറിയാം. അയ്യോ സാർ, കുട്ടികൾ ഒരു രസത്തിന് ചുമ്മാ ചുറ്റും കുടിയുന്നുള്ളൂ. ആഹാ, ഇയാൾ അങ്ങനെ രസിപ്പിക്കണ്ട. ഗീതു, കാറി കയറൂ. ഞാൻ ബസ്സിൽ വരാം. പറയുന്ന അനുസരിക്കൂ, കാറി കയറൂ. ഞാൻ ബസ്സിൽ വന്നോളാം. സാർ, ബസ് പോയി, മോളെ ഞങ്ങൾ ഇറക്കിക്കോളാം. അത് താനാണോ തീരുമാനിക്കേണ്ടത്? തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ. കുട്ടികളെ വഴിയിൽ ഇറക്കരുത് മദർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യമായി ബസ്സിലങ്ങ് എത്തിക്കോണം. അമ്മൂമ്മയുടെ അവിടെ ഇറങ്ങരുത്. ഇല്ല. ആരാ ഇത് മോളത്? ഇതാ എന്റെ എനിമി നമ്പർ 2. Green signal, start, go. Come on, fast, fast, fast. Turn left, danger, junction. Stop, turn left. Don't go fast. Turn left, signal. Don't go fast. Don't go fast. Stop it, turn left. Oh, traffic jam. Oh, San Francisco പോലും ഇത്ര ട്രാഫിക് ഇല്ലല്ലോ. എവിടെ പോയി കിടക്കുന്ന ഈ കുട്ടി? ഈ
ഇനിയും കുട്ടികളി ആക്സിഡന്റ്. ഹലോ ഗീതുമോളെ, ഹായ് മമ്മി. പാർക്കിൽ വെച്ച് എന്താ മോളെ പറ്റിയത്? സുമാന്റി പറഞ്ഞു. വീണു കാറിടിച്ചു. എന്റെ നെറ്റി പൊട്ടി ചോര വന്നു. എന്നിട്ട് എന്നിട്ട് ഡാഡി മരുന്ന് വെച്ചു. ആരാ മോളെ? മമ്മി ഞാൻ ഡാഡിയുടെ അടുത്ത് കൊടുക്കാം. പേടിക്കാനൊന്നുമില്ല, മോള് കളിച്ചപ്പം വീണതാ. ആരാ കുഞ്ഞ്? ഇങ്ങ് തരൂ. ഹലോ, ചെറുകുന്നം ഭാസ്കർ പിള്ള ഹിയർ. താൻ എന്താടോ പാക്കരപ്പിള്ളേ ഫോണിന്റെ അടുത്ത് പെറ്റി കിടക്കുക? അതെ, സയാമീസ് ഇരട്ടകളാ. പോടോ പൊതുവാളെ. അതെ, പൊതുവാള് തന്നെയാ. തന്നെക്കാളും മുന്തിയ ജാതി തന്നെയാടോ പേട്ടക നായേരേ. കുട്ടിക്ക് എന്താ വിശേഷം? അത് പറയടോ. കുട്ടിക്ക് നിക്കാരഗ്വ എന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇനി എന്തുവാ തനിക്ക് അറിയേണ്ടത് പേട്ട പൊതുവാളെ? ഇനി എനിക്ക് അറിയേണ്ടതേ തന്റെ 16 അടിയന്തരം ഉണ്ണണമെന്ന് എനിക്ക് ചെറിയൊരു മോഹമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാ കൊള്ളാം. തന്റെ അമ്മയുടെ നായരുടെ 16 അടിയന്തരം നടത്താൻ പോകുന്ന ചൂലേ ആരാ? അതെന്റെ ഇതില് താൻ ഫോണിങ്ങിതാ. താൻ ആരോടാ സംസാരിക്കുന്നറിയോ? എടോ കളിച്ച് കളിച്ച് ആശാന്റെ കളിക്കുന്നോ? മിസ്റ്റർ ഭാസ്കർ പിള്ളേ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണിൽ അനാവശ്യം പറയരുതെന്ന്? യു അൺസിവിലൈസ്ഡ് ഇഡിയറ്റ്. അതൊരു പുതിയ വാക്കാണല്ലോ. ഗീതുവിന് എന്താ പറ്റിയത്? തറ പറ്റി കളിച്ചുകൊണ്ടിരുന്നപ്പോ പാർക്കി വീണു. എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും. നിങ്ങളോട് ആരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ. കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കുട്ടിയെ നിങ്ങൾ കെയർലെസ് ആയിട്ടാ നോക്കുന്നതെന്ന് എനിക്കറിയാം. ഐ വോണ്ട് അലോ സച്ച് ഇറസ്പോൺസിബിലിറ്റീസ്. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കോർട്ടിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടതായി വരും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഇനിയൊരു അവസരത്തിലാകട്ടെ.